വരുന്ന 2.5 വർഷക്കാലം തുലാരാശിക്കാരുടെ രാജയോഗമാണ്. തുലാരാശിയിലെ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. പ്രതിസന്ധികൾ അകലുന്നു. അനുകൂലമായ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ സകല കഷ്ടപ്പാടുകളും സകല ബുദ്ധിമുട്ടുകളും മാറി തുലാരാശിക്കാർക്ക് രക്ഷപ്പെടാൻ ജീവിതത്തിൽ കഴിയുന്നു. അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ, ചെയ്യേണ്ട വഴിപാടുകൾ, അവരുടെ ജീവിതം എങ്ങനെയൊക്കെ മാറിമറിയും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്രജാതകർക്ക് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്ന സമയമാണ്. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയൊക്കെ മാറുന്ന സമയമാണ്. പോരാത്തതിന് ധാരാളം ധനം വന്നു ചേരുന്ന സമയം കൂടിയാണ്. എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോകുന്നു. ജീവിതത്തിലൊരു സൗഭാഗ്യകാലം പിറക്കുന്നു. ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് ആ ജോലിയൊക്കെ കിട്ടാൻ കഴിയുന്ന സമയം. ഒരു വീട് വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ വീട് വയ്ക്കാൻ കഴിയുന്ന സമയം. വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും നല്ല നിലയിൽ എത്തിച്ചേരാനും കഴിയുന്ന സമയം. അങ്ങനെ സകലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഒന്ന്, ധനപരമായിട്ടുള്ള നേട്ടം, മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള സമയം, ലോട്ടറി, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഇവയിൽ നിന്നുമൊക്കെ ലാഭം കൊയ്യാൻ കഴിയുന്ന സമയം. PSC പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പൂർണ്ണ മനസ്സോടെ പരിശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയ വിജയത്തിൽ ഈ ഒരു സമയത്ത് എത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇത് വളരെ അനുകൂലമായ സമയമാണ്. സകലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് ഈ 3 നക്ഷത്രജാതകരെയും ഓരോരുത്തരായി തിരിച്ച് അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചും അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യം തുലാക്കൂറിലെ ചിത്തിര നക്ഷത്രം. കാലങ്ങളായി തടസ്സപ്പെട്ടിരുന്ന പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. വരുന്ന 2.5 വർഷക്കാലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് രാജയോഗത്തിന്റെ സമയമാണ്. ഇവരുടെ സകല പ്രതിസന്ധികളും അകലും. ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. പല അപമാനങ്ങളും സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി ആശ്വസിക്കാം. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. ചിത്തിരയുടെ സൗഭാഗ്യകാലമാണിത്. PSC പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് ഒരു വലിയ ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിലാണോ പരിശ്രമം നടത്തുന്നത് ആ പരിശ്രമം വിജയത്തിലെത്താൻ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിയും. ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. വിദ്യാഭ്യാസപരമായി വളരെയേറെ നേട്ടമാണ് ഇവർക്ക് കാണുന്നത്. ഹെയർ സ്റ്റഡീസൊക്കെ വളരെ വളരെ അനുകൂലമാണ് ഈ സമയത്ത്. അതുപോലെ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജോലി മാറുന്നതിന്, ഒരു പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും അത് ലഭിക്കുന്ന സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന സമയം. പുതിയൊരു ബിസിനസ്സിനൊക്കെ ശ്രമം നടത്തുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ചിത്തിര എത്തിയിരിക്കുന്നത്. ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. സർവ്വസൗഭാഗ്യവും ഇവർക്ക് വന്നു ചേരും.
ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തുലാക്കൂറിലെ ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ്. ജൂൺ മാസത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കും. തൊഴിൽപരമായി വളരെ വലിയ വളർച്ച വന്നു ചേരും. വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും. എല്ലാ പ്രതിസന്ധികളും മാറി രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. വരുമാനത്തിൽ വലിയ വർധനവുണ്ടാവും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തോ കുടുംബത്തിൽ നിന്നുള്ള സാമ്പത്തികമായ സഹായങ്ങളോ ഒക്കെ ഈ സമയത്ത് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾ വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നതോടുകൂടി ഇവരുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കിട്ടും. വലിയൊരു കോടീശ്വര യോഗം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. ചോതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ചോതി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ചോതി നക്ഷത്ര ജാതകർക്ക് സമൂഹത്തിൽ പദവിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ഈ ഒരു സമയത്ത് സാധ്യമാകും. അത് തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും കഴിയുന്നത് തന്നെയാണ്. അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അത്. കർമ്മഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയം വിവാഹ കാര്യങ്ങൾക്കും നല്ല സന്താന ഭാഗ്യത്തിനുമൊക്കെ ഈ സമയം ഏറെ അനുകൂലമാണ്. ചോതിക്ക് സത്സന്താന ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാലഭിഷേകം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ഇതിനെ രാജയോഗം എന്ന് പറയാം. നല്ല സന്താന ഭാഗ്യത്തിനും ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ഭാഗ്യവും അറിവും പക്വതയും ഒക്കെ ഉള്ളവരായിട്ട് തന്നെ വളർന്നു വരും. പഠനം, എഴുത്ത്, പ്രസംഗം, ഗവേഷണം എന്നിവയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മികച്ച പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പങ്കെടുക്കാനും വെല്ലുവിളികളെ അതിജീവിച്ച് വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കും. കുടുംബത്തിന് സാമ്പത്തികമായും പ്രായോഗികമായും ഒക്കെയുള്ള പിന്തുണ ലഭിക്കുന്ന സമയമാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണ നിറവേറ്റാനും ഇവർക്ക് സാധ്യമാകുന്ന സമയം കൂടിയാണ്. എല്ലാ പ്രതിസന്ധികളും മാറുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ തീർച്ചയായും സാധിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. വിശാഖം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇനി സർവ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറിക്കിട്ടും. തുലാൻ രാശിക്കാർക്ക് വിഷുഫലം ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെയാണ് തരുന്നത്. ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ വരുന്ന 2.5 വർഷക്കാലം കൊണ്ട് സാധ്യമാകും. അത്രയധികം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. ശനി ഇവരെ സംബന്ധിച്ച് അനുകൂല ഭാവത്തിലാണ്. ശനി എന്ന് മാത്രമല്ല, ഇപ്പോൾ കേതുവായാലും 11ാമത്തെ രാശിയിലാണ്. കർമ്മഭാവത്തിലും ധർമ്മഭാവത്തിലുമൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ സമയമാണ്. സകലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അത്രയധികം ഉയർച്ചയിലേക്ക്, ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് നിങ്ങൾ വരും. കുറച്ച് സ്ട്രെസ്സൊക്കെ വന്നു ചേരാം, പക്ഷേ അതൊക്കെ അനായാസം നിങ്ങൾ മാറ്റിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.